അപ്പോളോ സൈക്കിൾ വേൾഡ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കലത്താണി. മൊബൈൽ 8589932282. കോട്ടോപ്പാടം MIC വിമൻസ് അക്കാദമിയിൽ ജനാധിപത്യ രീതിയിൽ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു. മൊബൈൽ ഫോണിൽ ഡിജിറ്റൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സംവിധാനം ഉപയോഗിച്ചാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഒരാഴ്ചയായി നടന്നുവന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ശേഷമാണ് പ്രത്യേകം ക്രമീകരിച്ച 2 ബൂത്തുകളിലായി വോട്ടെടുപ്പ് നടന്നത്. മൊബൈൽ ഫോണിൽ ഡിജിറ്റൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സംവിധാനം ഉപയോഗിച്ചാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ, ഓഡിറ്റർ എന്നീ 6 സീറ്റുകളിലേക്കായി 12 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. ആദ്യമായി വോട്ട് ചെയ്ത അനുഭവം വിദ്യാർത്ഥിനികൾ പങ്കുവച്ചു. വിദ്യാർത്ഥികൾക്ക് എവർക്കും ഒരു മാതൃകയായിട്ടുള്ള രീതിയിലാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ചുറ്റും കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ ആകാംക്ഷയിലാണ് എങ്ങനെയാണ് ഈ വോട്ടിംഗ് രീതി എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഒരു ആധുനിക രീതിയിലുള്ള ഈ ഒരു വോട്ടിംഗ് സിസ്റ്റം വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് MIC സംഘടിപ്പിച്ചിരിക്കുന്നത്. 2023-24 വർഷത്തിലേക്കുള്ള യൂണിയൻ മെമ്പേഴ്സിനെ ഒരു ഇലക്ട്രൽ വോട്ടിംഗ് സിസ്റ്റത്തിലൂടെ നമ്മൾ തെരഞ്ഞെടുത്ത് പുതിയൊരു നേതൃത്വ പാടവൻ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വോട്ടിംഗ് സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് തികച്ചും ഈ ഒരു രീതി എന്ന് പറയുന്നത്, ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരിക്കുന്നു. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രീതി പറഞ്ഞാൽ നമ്മൾ തികച്ചും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായ മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള ഈ ഒരു വോട്ടിംഗ് സിസ്റ്റം വളരെയധികം നമുക്ക് എളുപ്പമായി വോട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് തികച്ചും എളുപ്പമാക്കി തന്ന അല്ലെങ്കിൽ മോഡേൺ ആക്കി തന്ന് നമുക്ക് ഏവർക്കും മാതൃകയായി തീർന്ന ഈ MICക്ക് വലിയൊരു അഭിനന്ദനങ്ങളുണ്ട്. സ്വാബിറ സിദ്ദിഖും റിട്ടേണിംഗ് ഓഫീസറായി P നസീനയും കൺട്രോളറായി പ്രിൻസിപ്പൽ ഫർഹാന നസ്രീനും തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. വോട്ടിംഗ് നടന്ന തിങ്കളാഴ്ച തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടായി. പ്രസിഡന്റായി ഡിഗ്രി അവസാന വർഷ BCom വിദ്യാർത്ഥിനി KP ഷാനിബയും, വൈസ് പ്രസിഡന്റായി +2 കൊമേഴ്സ് വിദ്യാർത്ഥിനി C സദീദയും, ജനറൽ സെക്രട്ടറിയായി ഡിഗ്രി BA സോഷ്യോളജി അവസാന വർഷ വിദ്യാർത്ഥിനി അസ്ന ഹുസൈനും തെരഞ്ഞെടുക്കപ്പെട്ടു. ജോയിന്റ് സെക്രട്ടറിയായി +1 ഹ്യൂമാനിറ്റീസിലെ ഹനീനയും, ട്രഷററായി ഡിഗ്രി BA ഇംഗ്ലീഷ് 1ാം വർഷ വിദ്യാർത്ഥിനി ഹിബ തസ്നീം, ഓഡിറ്ററായി ഡിഗ്രി BA സോഷ്യോളജി അവസാന വർഷ വിദ്യാർത്ഥിനി അൻഷിദ ഷെബിൻ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയിൽ ഭരണകൂടത്തെ തെരഞ്ഞെടുക്കാനുള്ള പൗരാവകാശം വോട്ടെടുപ്പിലൂടെ എങ്ങനെയാണ് വിനിയോഗിക്കുന്നതെന്ന് വിദ്യാർത്ഥികളിൽ പകർന്നു നൽകുകയാണ് ലക്ഷ്യമെന്ന് MIC സെക്രട്ടറി ഹബീബ് ഫൈസി കോട്ടപ്പാടം പറഞ്ഞു. ഒരാഴ്ച മുമ്പ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് ഓരോ യൂണിയൻ തസ്തികകളിലേക്കുമുള്ള 1-ലധികം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ വോട്ടഭ്യർത്ഥനയും പ്രചാരണവുമൊക്കെ പൂർത്തിയാക്കി ഏറ്റവും ആധുനിക രീതിയിലുള്ള ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് ഇന്ത്യയുടെ പാർലമെൻറ്റ്, അതുപോലെ തന്നെ നിയമസഭ, ത്രിതല പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ മേഖലകളിലും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ വിദ്യാർത്ഥികൾക്കിടയിൽ പരിചയപ്പെടുത്തുകയും ജനാധിപത്യ ബോധമുള്ളവരാക്കുകയും അവർക്ക് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ട അവസരം വരുമ്പോൾ അത് കൃത്യമായി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നിർവഹിക്കാനുള്ള ഒരറിവും പരിജ്ഞാനവും അവർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് വളരെ വ്യവസ്ഥാപിതമായി ഇങ്ങനെ ഒരു ഇലക്ഷൻ രീതി MIC ആവിഷ്കരിച്ചത്. 2024-2025 അധ്യയന വർഷത്തിലെ സഹ്ഫ സ്റ്റുഡൻസ് യൂണിയൻ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.